പോലീസ് ഓഫീസർമാരുടെ അനധികൃത സ്ഥലം മാറ്റത്തിന് സ്റ്റേ. പാലക്കാട്ടെ 9 സിവിൽ പോലീസ് ഓഫീസർമാരുടെ സ്ഥലം മാറ്റം സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സ്റ്റേ ചെയ്തു. ഓപ്ഷൻ നൽകിയ പോലീസ് സ്റ്റേഷനുകൾ അനുവദിക്കാതെ ദൂരസ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റിയതിൽ നടപടി ആവശ്യപ്പെട്ട് CPM രംഗത്തെത്തിയതോടെ നടപടി. 1 മാസത്തിനുള്ളിൽ ഉദ്യോഗസ്ഥർ നൽകിയ ഓപ്ഷൻ പ്രകാരം സ്ഥലം മാറ്റം നൽകാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ നിർദ്ദേശം നൽകി. ഇക്ബാൽ അറക്കലാണ് ചേരുന്നത്. ഇക്ബാൽ, രാഷ്ട്രീയ പ്രേരിതമായിരുന്നു ഈ സ്ഥലം മാറ്റം. എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ട്രിബ്യൂണൽ ഉത്തരവിൽ എന്താണ് പറയുന്നത്? വിനീത, കേരള പോലീസ് അസോസിയേഷനിലെയും കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനിലെയും ജില്ലാ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ നിരവധി സിവിൽ പോലീസ് ഓഫീസർമാരെയായിരുന്നു ദിവസങ്ങൾക്ക് മുമ്പ് സ്ഥലം മാറ്റിയിരുന്നത്. പക്ഷേ ഈ സ്ഥലം മാറ്റത്തിൽ ഉദ്യോഗസ്ഥർ വലിയ രീതിയിലുള്ള നിരാശയും അതൃപ്തിയും പ്രകടിപ്പിച്ചിരുന്നു. കാരണം ഇതിൽ തന്നെ ഭൂരിപക്ഷ ഉദ്യോഗസ്ഥന്മാരും അവർ നൽകിയ ഓപ്ഷനുകളിൽ ആയിരുന്നില്ല സ്ഥലം മാറ്റം നൽകിയിരുന്നത്. പകരം ദൂര സ്ഥലങ്ങളിലുള്ള പോലീസ് സ്റ്റേഷനുകളിലേക്കായിരുന്നു ഇവരെ സ്ഥലം മാറ്റിയിരുന്നത്. ഇത് രാഷ്ട്രീയ പ്രേരിതമായിരുന്നു ഈ സ്ഥലം മാറ്റം. അതുപോലെ തന്നെ ഇതിൽ വലിയ രീതിയിൽ രാഷ്ട്രീയം കലർത്തുന്നു ഈ സ്ഥലമാറ്റത്തിൽ നിന്ന് ഉൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ നേരത്തെ തന്നെ ഉയർന്നതാണ്. ഏതായാലും കേരള പോലീസ് അസോസിയേഷനിലെയും അതുപോലെ തന്നെ ഓഫീസേഴ്സ് അസോസിയേഷനിലെയും ഉദ്യോഗസ്ഥർ കൂട്ടത്തോടുകൂടി നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തേക്ക് വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ സംസ്ഥാന അഡ്മിനിസ്ട്രേഷൻ ട്രൈബ്യൂണൽ ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. സ്ഥലമാറ്റ ഉത്തരവ് ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുകയാണ്. കേരള പോലീസ് അസോസിയേഷന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ഉണ്ണികൃഷ്ണൻ, അതുപോലെ തന്നെ ജില്ലാ ട്രഷറർ ജയകൃഷ്ണൻ, നിരവധി ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, അതുപോലെ തന്നെ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനിലെ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ CR സുരേഷ് ഉൾപ്പെടെയുള്ളവരുടെ എല്ലാം സ്ഥലമാറ്റം ഇതോടുകൂടി സ്റ്റേ ചെയ്തിരിക്കുന്നു. ഈ ഉദ്യോഗസ്ഥർക്കെല്ലാം അവർ നൽകിയിട്ടുള്ള ഓപ്ഷനുകളിൽ ഉൾപ്പെടുന്ന പോലീസ് സ്റ്റേഷനുകളിലേക്ക് തന്നെ 1 മാസത്തിനുള്ളിൽ സ്ഥലമാറ്റം നൽകണമെന്നുള്ളതാണ് ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇപ്പോൾ സംസ്ഥാന അഡ്മിനിസ്ട്രേഷൻ ട്രൈബ്യൂണൽ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികൾ സ്വീകരിക്കണമെന്നും ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിക്ക് സംസ്ഥാന അഡ്മിനിസ്ട്രേഷൻ ട്രൈബ്യൂണൽ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. വിനീത, ശരി, ഇക്ബാൽ അറക്കൽ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.